നമ്മളിന്ന് കളിക്കുന്ന എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ ആണ്. എൻ്റെ BMW ലുക്ക് ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ഈ ലുക്ക് നോക്ക് ഗൈസ്. ഈ ലുക്കാൻ ഒരു അപാര സാധനമാണ്. ഞാൻ ചുമ്മാ അതിനകത്ത് ഡ്രിഫ്റ്റ് അടിച്ചാണ്. കാരണം ഇത് ഫോണിൻ്റെ ഐഡിയയാണ്. അല്ലാണ്ട് ഭയങ്കര എൻ്റെ ഫോണിൽ ജസ്റ്റിനെക്കാരാണ് ഇത്. നിങ്ങൾ എൻ്റെ ബാക്കി 2 എക്സ്ട്രീം കാറിൻ്റെ വീഡിയോസിനകത്തും അതൊരു 3 വർഷം പഴക്കമുള്ള ഐഡിയ. പക്ഷേ ഞാൻ ഒത്തിരി കാർസ് മേടിച്ചിട്ടില്ല. പക്ഷേ ആ ഫോണിനകത്ത് ഒട്ടും കൊള്ളത്തില്ല, ഒടുക്കത്തെ ലാഗ്. അതിനകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ലാപ്ടോപ്പ് പിന്നെ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ അതിനകത്ത് ഷിഫ്റ്റ് ആക്കിയ സെയിം ഐഡിയ ആണ്. അതിനകത്ത് ഞാൻ എന്താ വെച്ചാൽ അതിനകത്തൊന്നും പ്രശ്നം വെച്ചാൽ നമുക്ക് അതിനകത്ത് സ്കിൻസ് ഒന്നും നോക്കാൻ പറ്റത്തില്ല കാർസിൽ. അതുകൊണ്ട് ഇത് കണ്ട ഇപ്പം ഞാൻ ലാപ്ടോപ്പിലാക്കിയപ്പോഴത്തേന് അതൊന്നും നെറ്റിൻ്റെ എന്താണ് ഇഷ്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എയറോപ്ലെയിൻ മോഡ് ഇട്ടിട്ടായിരുന്നു കളിക്കുന്നത്. അത് ആ ഗെയിമിൽ എപ്പോഴും എയറോപ്ലെയിൻ മോഡ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് അതിനെന്താണ് പ്രശ്നം വന്നത്. ഇപ്പോൾ ആ ഗെയിമിൽ സ്കിന്നെ ഇടാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇതിൻ്റെ ഞാൻ ബാക്ക് ഫയർ കാണിച്ചു എനിക്ക് പോലും അറിയത്തില്ല ഗെയിം കുളമാക്കി വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്കിൻസ് മാത്രമേ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ മറ്റേ പഗാനിയുടെ വണ്ടേ സ്കിൻ ഇട്ട അങ്ങനത്തെ കൂടെ തോന്നുന്നത് അറിയാം. മറ്റേ പഗാനി ഹുയറ BC ടെമ്പസ്റ്റ എന്ന അതിൻ്റെ കൂടെ തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പിന്നെ ഡ്രിഫ്റ്റ് പോലെ സ്കിഡ് മോഡ് ആ സ്കിഡ് ബാക്കിലേക്ക് കാണിക്കുക. സ്കിഡ് മോഡ് ഞാൻ പണ്ട് സ്കിഡ് മോഡ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് മോഡ് ഡ്രിഫ്റ്റ് മോഡാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കിഡും ഡ്രിഫ്റ്റ് മോഡും. അങ്ങനെ വണ്ടി ഓടിക്കണം മോനെ. ഈ ഓൾഡ് മെമ്മറീസ് ഉള്ള പിന്നെ ഈ വണ്ടിക്ക് അത്ര പൊളി ഒരു വണ്ടിയാണ്. പിന്നെ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇവന്മാർ ഈ ഗെയിം ഫുള്ള് കോളാണ്. എന്താ വെച്ചാൽ കാണിച്ചത് നമ്മൾ ഇപ്പോഴും പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല 2 വട്ടം ഒരു വാക്കിയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടല്ലോ ബാക്ക് ഫയർ ഫുൾ കാർട്ടൂണിക്ക് ഗെയിം. എത്ര തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാണിച്ചാൽ നിങ്ങൾ ഞെട്ടല്ലേ. ഇത്ര ലുക്കാണ് വണ്ടി. ഇതാണ് BMW കാർബൺ ഫൈബർ. പിന്നെ സൈഡിൽ മറ്റേ സാധനം അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് M3-ക്കകത്താണ്. ഇത് M3 ആണോ എനിക്ക് ഓർമ്മയില്ല. എന്താ വെച്ചാൽ എനിക്ക് വേണ്ട ഏറ്റവും മോസ്റ്റ് ഹെയ്റ്റഡ് സാധനമാണ് ഈ സാധനം. ഈ സാധനം വിരലിലൊന്നേ ഉള്ളായിരുന്നു എനിക്ക്. എന്താ വെച്ചാൽ ഇത് വരുമ്പോഴത്തേന് പണ്ട് ഫസ്റ്റ് ഗെയിം തുടങ്ങിയപ്പോൾ ഈ സാധനം എന്താ വെച്ചാൽ ഞാനിത് കളിക്കുക. ഞാൻ ഫോൺ ഓണാക്കിയിട്ട് എയറോപ്ലെയിൻ മോഡിൽ മാറ്റിയിട്ട് എയറൊന്നും എനിക്ക് ഓർമ്മയില്ല. സത്യം എനിക്ക് ഓർമ്മയില്ല. എന്നാണ് സാരി എനിക്ക് ഓർമ്മയില്ല. ഇത് എങ്ങനെയാണ് വണ്ടിക്ക് പ്രശ്നം? ഞാൻ ഈ വണ്ടിക്ക് ഭയങ്കര നോയ്സാണ്. ഇച്ചിരി ഒരു കട്ട കുറച്ചിട്ടുണ്ട്. അല്ല എനിക്കൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ വോളിയം കുറച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നോക്കാം. ഞാനിനി ഒരു എഡിറ്റ് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഒരു തുള്ളി എഡിറ്റ് ചെയ്തിട്ടില്ല. ഇനിയും തൊട്ട് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസ് വരാൻ ഞാൻ സമ്മതിക്കും. എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് എഡിറ്റ് അറിയത്തില്ല. ഒരു 30 to 20% എഡിറ്റിങ് അറിയത്തുള്ളൂ. എഡിറ്റ് ചെയ്തിട്ടില്ല അത്രയ്ക്ക്. പിന്നെ എൻ്റെ ഒരു ചേട്ടന് എൻ്റെ ചേട്ടനില്ല ചേട്ടൻ വിട്ടു തന്നെയാണ്. ആ കസിൻ ഇച്ചിരി അറിയത്തുള്ളൂ. എനിക്ക് അത്രയ്ക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. അത് നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ എൻ്റെ പ്രൈവറ്റ് കാർ ഞാൻ വേറെ വണ്ടി എടുക്കത്തില്ല. ഫസ്റ്റ് എൻ്റെ പ്രൈവറ്റ് കാർ പിന്നെ കുറച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ടാക്കിയപ്പോഴത്തേന് എൻ്റെ പ്രൈവറ്റ് കാറായിരുന്നു പഗാനി. അപ്പം അതേ ഓടിച്ചു നടക്കത്തില്ലായിരുന്നു. വേറൊരു വണ്ടി ഞാൻ ഓടിക്കത്തില്ല. അതായിരുന്നു ഞാൻ ഓടിച്ചോണ്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് എന്താ വെച്ചാൽ ബോഡി കിറ്റ് അല്ലെങ്കിൽ ഞാൻ ഷിഫ്റ്റ് ആകാൻ പോവായിരുന്നു ഇന്ന് തന്നെ. അപ്പം അവിടെ ആരാണ്ടൊക്കെ വേറെ ആരോട് സംസാരിച്ചിട്ടില്ല. അതിനകത്ത് വന്നാൽ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റും. അത് കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഇപ്പം അവിടുന്ന് ഒരാൾ സംസാരിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചത് കേട്ടോ എന്ന് എന്നോട് പറയണേ. അത് എനിക്ക് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും.
വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യത്തെ കാർ കളക്ഷൻ ഇതാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇത് കയറ്റി വെച്ചതാണ്. പിന്നെ നോക്കണം, ഇതാണ് ഇതുമായിട്ട് മാറ്റിയിട്ടില്ല, ബട്ടൺസേ എത്തിയിട്ടുള്ളൂ. ഗെയിം സ്റ്റാർട്ടാക്കി നിൽക്കുക, ഒരു മിനിറ്റ്. ഇതിനകത്ത് ഇവന്മാർ പുതിയ ഗെയിമൊക്കെ ഇറക്കി എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇതൊക്കെ വന്നപ്പോൾ അന്നൊന്ന് ഇവിടെ ഏതാണ്ട് ഗൈസ് നിങ്ങൾക്ക് ഓർമ്മ അറിയത്തില്ല, അന്ന് പണ്ട് ഇവിടെ ഒരു ലാംബോർഗിനി ഉണ്ടായിരുന്നു. പിന്നെ ഈ ജസ്കോ അല്ലായിരുന്നു, കോണിസെക് അഗേറ അഗേറ 1 എന്നുണ്ടായിരുന്നു. കോണിസെക് 1 അതോ കോണിസെക് അഗേറ എന്നുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ എത്തില്ല, അത്രയ്ക്ക് ഓർമ്മയില്ല, അതാണെന്നാണ് തോന്നുന്നത്. എടി ഞാൻ ഇതിനകത്തിട്ടില്ല, എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇച്ചിരി ഒരു 3-4 വട്ടം ഓടിച്ചിട്ടുള്ളൂ. ഇത് സ്കിൻസ് ഞാൻ അത്ര കിട്ടിയിട്ടില്ല. 450 സി സ്കിന്നുണ്ട്. ഇത് കാർബണാണെന്ന് തോന്നുന്നു കേട്ടോ, കാർബൺ ഫൈബർ കാർബൺ. പിന്നെ കാർബൺ ഫൈബിൻ്റെ ഒരു എല്ലാം എന്നെ ഒട്ടിച്ച് വെക്കുന്ന സാധനമാണ് നമ്മുടെ പ്രിയപ്പെട്ട പഗാനി. ഞാൻ പഗാനി ചെയ്തില്ല, ആദ്യം എൻ്റെ 450 ഡയമണ്ട് ഉണ്ടായിരുന്നത്, ഞാൻ ചെയ്തില്ല പഗാനിയെ മറന്നുപോയി ഞാൻ. പഗാനി ഹുയറ BC തെമ്പസ്താടെ കൂട്ടാണ് എനിക്കിത് തോന്നുന്നത്. തെമ്പസ്താണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് കാർ കളക്ഷൻ. പിന്നെ ഒരു പുതിയ വണ്ടി മേടിച്ചത്, എന്താ 450 എന്നാണ് ഡയമണ്ട് കളഞ്ഞത്. എൻ്റെ 700 ഡയമണ്ട് ഉണ്ടായിരുന്നു, 450 എന്നായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ ആണെന്ന് തോന്നുന്നു 450 എന്നാണ്. കസ്റ്റമൈസ് നോക്കി, കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് നല്ല പൊളി നമ്പർ പ്ലേറ്റ് മാറ്റാവൂ. ഞാനിതൊക്കെ ഇന്നാ അറിയുന്നത്, പണ്ടെന്തായിരുന്നു അറിയാമോ, ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത്. അയ്യോ എനിക്ക് ദേഷ്യം വരും. നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗെയിം റിയലിസ്റ്റിക് ആയിരുന്നു. ഇതൊക്കെയാണ് ഗെയിംസ്. പിന്നെ ഞാൻ ഇതും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തായിരുന്നു, ഞാൻ ഓടിച്ചില്ല ഇതുവരെ ആയിട്ടും, ഓടിച്ചു നോക്കാം. കുഴപ്പമില്ലാത്ത പിക്കപ്പ് ഉണ്ട് നല്ല. ഇതൊക്കെയാണ് ഗൈസ്, ഇതൊന്നും അല്ല വണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ഫസ്റ്റ് ഓർമ്മ കിട്ടുന്ന ലാംബോർഗിനി അവൻ്റഡോറാണ്. അതെനിക്കിപ്പോഴും ഓർമ്മ, നല്ല ഓർമ്മയുണ്ട് എനിക്ക് ലാംബോർഗിനി അവൻ്റഡോർ. എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ട് എങ്ങനെ അറിയാമോ, ഓവർ സാധനം കിട്ടുന്നത്, എൻ്റെ പേരുന്ന് ഓവർ സ്പോയിലർ കിട്ടുന്നത്, ഭയങ്കര ഏറ്റവും വലിയ സ്പോയിലർ ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ GTR ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതിനെ മാറ്റിയിട്ടില്ല, ഇതുവരെ മാറ്റിയിട്ടില്ല. തന്നെയാടാ എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇനി ഏത് ഗെയിമിന് വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇനി ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മളെ ബസ് സിമുലേറ്ററിനാണ് ഇടാം. അതിനകത്ത് എന്താണ്ടൊക്കെ പ്രശ്നം വന്നു ഗൈസ്, അതിനകത്ത് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിനകത്ത് ലോഗിൻ എന്താണ് ചെയ്യണമെന്ന് ഞാൻ ചെയ്യാൻ പോയില്ല. എന്താ വെച്ചാൽ ഇന്നലെ ഇവിടെ കറണ്ടും നെറ്റുമില്ല. എൻ്റെ എനിക്ക് ഇച്ചുകൂടെ താക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നെറ്റില്ലാതെ ഈ വീഡിയോ എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റില്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് റെക്കോർഡർ ഞാൻ റോൾ ചെയ്തില്ല, ഇന്നയുടെ റെക്കോർഡർ റോൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാം, പൈസ കൊടുക്കണം, റിയൽ മണി, എന്നാലും നല്ല റെക്കോർഡ് കിട്ടും. പന്ന റെക്കോർഡറാണ് പൈസ കൊടുക്കാത്ത ഏതാണ് റെക്കോർഡാണ്. പിന്നെ ബസ് സിലിണ്ടറിനെ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ വേറെ ഞാൻ എന്ത് പറയാൻ, പിന്നെ വേറെ ഞാൻ ഏത് വീഡിയോസ് എടുക്കുമെന്ന് എനിക്ക് ആലോചിക്കുക. പിന്നെ റോബ്ലോക്സിൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഞാൻ ഇടാമേ. ബ്രോക്കേൻ്റെ ഇടാണ്. ബ്രോക്കേൻ്റെ ഗൈസ് പിന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞു പോയതാണ്, ഇച്ചിരി ചാർജ് ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ബ്രൈറ്റ്നസ് കുറച്ചിട്ടാണ് ഞാൻ കാണുവാണ് പറയാൻ. ഇതൊന്നും അല്ല ഗൈസ്, ഇതൊക്കെ ഇവിടുന്നൊക്കെ മറ്റേ അത് ഓടിച്ചോണ്ട് പോകുന്നത് ഇമോഷൻസ് ഗൈസ്, ഓൾഡ് പ്ലെയർ നൊസ്റ്റാൾജിക്കൽ. നിങ്ങൾക്ക് ഇതുണ്ടോ പറയണേ, ഇതൊക്കെ നൊസ്റ്റാൾജിക്കലാണ്. നൊസ്റ്റാൾജിക്കൽ എത്ര വർഷം കൊണ്ട് ഈ ഗെയിം സ്റ്റാർട്ടാക്കിയതിന്, ഒരു 2000 എനിക്ക് ഓർമ്മയില്ല, ഒരു 3-4 വർഷമായി. 3-4 എനിക്ക് ഓർമ്മയില്ല, 3-4 വർഷമായി. ഐ തിങ്ക് സോ 5 വർഷം. 5 വർഷം ഗെയിമിൽ റേസ് ആയിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ ഫോൺ മേടിച്ചപ്പോൾ ഒരു 6 വർഷം 5-4 വർഷമാണ് ഗെയിം.
എനിക്കറിയത്തില്ല ഗെയിം അറിയാം, എനിക്ക് തോന്നുന്നത് എങ്ങനെ 5-4 വർഷം മുന്നേ. പിന്നെ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്ര ഉള്ളതല്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്ര അല്ലെ, ഒരു സാധനം കാണിച്ചിട്ട് ഞാൻ എൻ്റെ കാർ കളക്ഷൻ ഒന്നും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ വണ്ടി ഒന്ന് അകത്തോട്ടൊന്ന് കയറ്റിക്കോട്ടെ. എൻ്റെ നമ്മൾ ഈ WXS നിൽക്കുമ്പം ബാക്ക് കട്ടില്ല, എന്താ വെച്ചാൽ നമ്മളിങ്ങനെ തന്നെ നിൽക്കണം. ഈ ഗെയിമിൽ ഒന്നാണ്ട് പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ഇതെന്നാടാ ഇത് കണ്ടിട്ട് ഓടി. ഇതന്നെ മറ്റേ വണ്ടിക്കത്തുണ്ട്. പിന്നെ വേറെ ഉണ്ട്, അതിനകത്ത് ഇതുമുണ്ട്. പിന്നെ ഗൈസ് പണ്ട് ഒരു സ്കിന്നും കിട്ടുമായിരുന്നു ലാംബോർഗിനിയുടെ. അത് നിങ്ങളുടെ ഉണ്ടോയെന്ന് പറയണേ. ലാംബോർഗിനി എവനഡോറിന് ഒരു സ്കിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ഇത് ഞാനൊന്ന് കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുവാണെന്ന് അറിയത്തില്ല, എനിക്ക് വലിയ പൈസ ഇല്ല. എനിക്ക് മറ്റേ അതിൻ്റെ ഇതൊക്കെ എന്ത് ഓൾഡ് ഇനി ഇതാ വേണ്ട ഒന്നും കൊടുത്തില്ല. പിന്നെ അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഫസ്റ്റ് കോറായിട്ട് CO6 ആണോന്ന് എനിക്കറിയത്തില്ല. CO6 കൺവെർട്ടബിൾ അല്ല ഇത്, എന്നാലും ഞാൻ CO6 തൊട്ടേ വിളിക്കുന്നുള്ളൂ. പിന്നെ ജീപ്പ് റാംഗ്ലർ ആണോ അല്ല എന്തായാലും ആയിട്ട് ഇതെന്തുവാ ഈ സാധനത്തിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ കമ്പനിയുടെ പേര് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, എന്തോ അറിയത്തില്ല. മാക്സ് RX-7 ഗൈസ് ഇൻ ദ ഷോറൂം അല്ല ഇൻ മൈ ഹാൻഡ്. ബഗ്ഗി ഗൈസ്, ബഗ്ഗി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ടൊയോട്ടയുടെ ഗസ്സോ, ഇത് ടൊയോട്ടയുടെ നിന്ന് ഈ വണ്ടി കണ്ടിട്ടില്ല. പജേറോയാണ് അല്ല, ഇത് എനിക്കറിയത്തില്ല ഈ വണ്ടി ഏതാണെന്ന്. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അന്ന് ഫസ്റ്റ് കളിച്ചിരുന്നപ്പോഴില്ല ഒരുത്തൻ എന്നോട് പറഞ്ഞായിരുന്നു ഈ വണ്ടി അതാണെന്ന്. അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്. പിന്നെ മസ്റ്റാങ് GT ആണ് ഇവിടെ. പിന്നെ BMW ഓൾഡ് വൺ M2 ആണ്. M2 M1 എനിക്ക് അങ്ങനത്തെ റേഞ്ചിൽ എനിക്ക് ഓർമ്മ എടുത്തുള്ളൂ. ഇത് പിന്നെ ഒരു GTA 5 പിന്നെ ഇത് ഫോർഡിൻ്റെ തന്നെയാണ് കേസ്. ഫോർഡിൻ്റെ ഒരു പോളി വണ്ടിയാണ്, ഒരു മസിൽ കാർസ് നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ 1010 എനിക്ക് ഈ വണ്ടി കിട്ടും. പണ്ടൊക്കെ ഇത് വണ്ടിയൊക്കെ എടുക്കാൻ എന്തോ പാടാ, അമ്മമാരിപ്പോൾ ഈസി ആക്കി വെച്ചേക്കുന്നത്. എൻ്റെ ഇപ്പോൾ ലെവൽ 5 ആയെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ലെവൽ 5 ആയി. പിന്നെ നമ്മുടെ ഓഡി Q7 എന്നാണ്ടാ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് ടൊയോട്ടയുടെ അല്ല, ഇത് ടൊയോട്ടയുടെ ടൊയോട്ടയുടെ അല്ല, ടൊയോട്ടയുടെ തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയുള്ള പോലെ. സൈബർ ട്രക്ക് ഈ സാധനം ഇല്ല, ഞാൻ സാധനം കാണിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിൽ ഇനി പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ നെറ്റിൽ ഇപ്പം എൻ്റെ ചാർജ് തീരും, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിക്കാൻ പറ്റും, അതുകൊണ്ട് 17 ഉള്ളൂ. അതുകൊണ്ട് ഈ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ചെറുതായിട്ട് പൊങ്ങിയതാണ്, ഇത്രയും പൊങ്ങിയത്, ഒരു ഇച്ചിരി പൊങ്ങിയതാണ് വണ്ടി ഫ്രണ്ടിൽ നിന്ന്. ബാക്കിൽ നിന്ന് മുങ്ങും, ഫ്രണ്ടിൽ നിന്ന് മുങ്ങും. എന്ന് വെച്ചാൽ ഹൈഡ്രോളിക്സ്, മറ്റേ എന്തിൻ്റെ പേര്, ഹൈഡ്രോളിക്സോ നാളൊക്കെ കയറ്റി വെച്ചേക്കും. മറ്റേ താഴ്ന്നേ മുങ്ങുന്നതല്ല, ഫ്രണ്ടിൽ നിന്ന് മുങ്ങുന്നേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് വണ്ടി തന്നെ ഇവിടെ കൊണ്ട് എന്തോ ലുക്ക് നോക്ക്. നിങ്ങൾ ഇതിൻ്റെ മെയിൻ മെനു ഇതേ നോക്കുക, എൻ്റെ മൗസ് പോയിൻ്റ് ചെയ്ത് അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. രണ്ട് ഇവിടെ ഇവിടെ നോക്ക്, ലുക്ക് വൈസ് നോക്ക്. ഇത് ഇതാണ് ഈ എൻ്റെ സെക്കൻഡ് എക്സ്ട്രീമിൻ്റെ വീഡിയോക്കകത്ത് ഈ വണ്ടിയാണ് ടൈറ്റിൽ വെച്ചിരിക്കുന്നത്, എനിക്ക് ഓർമ്മ തന്നേന്. പിന്നെ ഇത് ഇറക്കണം, പിന്നെ എല്ലാം ഇറക്കണം, എല്ലാ വണ്ടീസും മേടിക്കണം. പിന്നെ ഇതെല്ലാം ഞാൻ മേടിക്കാൻ മുന്നേ ഞാൻ എന്തെങ്കിലും ഫോക്കസ് ചെയ്താൽ പിന്നെ എല്ലാം വെക്കും. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ റോബ്ലോക്സ് ഒരു ഗെയിമാണ്, അതിനകത്തൊരു 5 മില്യൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഞായറാഴ്ച ഇറക്കുമെന്ന് പറഞ്ഞതാണ്, അന്ന് തന്നെ ഇറക്കി 5 മില്യൺ. ഞാൻ എന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ റേസ് ഒന്നും ചെയ്യത്തില്ല, മറ്റേ ഗിഫ്റ്റ് തന്നെ ക്ലെയിം ഫ്രീ ക്യാഷ് എല്ലാം ക്ലെയിം ചെയ്തുകൊണ്ടേ അതിൻ്റെ ഗെയിമിലേ മേടിക്കും. എന്നിട്ട് കുറച്ച് ഒരു 5, 10, 20, 30 മിനിറ്റ് ഞാൻ 30 മിനിറ്റ് കറക്റ്റ് 30 മിനിറ്റ് അതിൽ നിന്ന് കുറച്ച് AFK സർവറിൽ നിൽക്കും. അത് വളി വരും, ഒന്നും ജോലി ചെയ്യത്തില്ല. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റോബ്ലോക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ പക്ഷെ കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാണത്തില്ല, പക്ഷേ ഇവിടം വരെ എൻ്റെ മൗസ് പോയിൻറ്റ് ചെയ്തിടം വരെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് റോബ്ലോക്സ് ഉണ്ട്, റോബ്ലോക്സ് ഞാൻ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ ആക്കും. എന്നിട്ട് എളുപ്പം യൂട്യൂബ് എടുത്തിട്ട് ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഷോർട്സ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കാർ കളക്ഷൻസ്. പിന്നെ ഒരു എനിക്കിനി എൻ്റെ ഡ്രീം കാർ ഇതായി ഗെയിമിൽ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബോഡി കിറ്റ് കിട്ടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ഇച്ചിരി വണ്ടിയുടെ ടയർ ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല, എന്താ വെച്ചാൽ നമുക്ക് ഇല്ലാത്ത കൂട്ടി. പിന്നെ അല്ലാതെ ഈ വണ്ടി നമ്പർ 1. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രേ ഉള്ളൂ. ഇനി എനിക്ക് വയ്യ പറയാനും, രണ്ടാമത്തെ തവണ കാണാൻ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം, എപ്പോൾ കാണാം എനിക്കറിയത്തില്ല. ഇനി ഞാൻ വീഡിയോ ഇടുമോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഗൈസ് നമുക്ക് പിന്നെ കാണാം. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ പറയണം,
എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് വല്ല പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല എഡിറ്റിങ് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ. നല്ല ആപ്സ് എനിക്കൊരു ആപ്പ് അറിയാം നല്ലതാണോ എന്ന് പറഞ്ഞാൽ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ നല്ലതാണോ എന്ന് പറയണേ. അപ്പോൾ ശരി, കാണാം. ബൈ 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 ബൈ. സീ യു വെരി വെരി ലേറ്റ്.